ട്രെയിലറൊക്കെ കണ്ടാൽ ഏകദേശം കഥയും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ്. അപ്പോഴും വാഴ എന്ന സിനിമ മികവിലെത്തുന്നത് പറയുന്ന സാഹചര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നിടത്തും അതിലെ തമാശകൾ വർക്കാവുന്നു എന്നിടത്തുമാണ്. ചിത്രത്തിന്റെ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്, ലോകത്തിൽ 3 തരം കുട്ടികളാണുള്ളത്. ഒന്ന്, മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഉറച്ച തീരുമാനത്തോടെ പഠിച്ച് ജീവിത വിജയം നേടുന്നവർ. 2, അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിനൊത്ത് പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവർ. ഇതിലൊന്നും പെടാത്ത മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. എന്തിനാ പഠിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് വീട്ടുകാർക്കോ അധ്യാപകർക്കോ അറിയില്ല. വാഴ അവരുടെ കഥയാണ്, പ്രധാനമായും ഈ മൂന്നാമത്തെ കൂട്ടരുടെ. പ്രകടനത്തിലേക്ക് വന്നാൽ ഒരേ പ്രായക്കാരായിരിക്കുമ്പോഴും അവരിലെ വ്യത്യസ്തത എന്നത് രസകരമായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി കൃത്യമായി പ്രേക്ഷകരുമായി സംവദിക്കുന്നതിൽ പ്രകടനം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിനായി അത്യാവശ്യം ആത്മാർത്ഥ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. പ്രണയമുണ്ട്, പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് അമിത് മോഹൻ രാജേശ്വരി അവതരിപ്പിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ